ഫീഡിംഗ് ടെസ്റ്റ്, ഷോപ്പിംഗ് ടെസ്റ്റ്, ചോക്ലേറ്റ് ടെസ്റ്റ്, ബിൽ ടെസ്റ്റ്, ഈഗോ ടെസ്റ്റ്, എലവേറ്റർ ടെസ്റ്റ്, ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ്. 2 monthsന്റെ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ബ്രിൻഡോയ്ക്ക് എത്ര പെർസെൻറ്റേജ് കൃഷ്ണപ്രിയ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു? 2 months ഓഫ് ഡേറ്റിംഗ് ചെയ്യുന്നു ഓൾമോസ്റ്റ് 90%. കാരണം പുള്ളിക്കാർ കരയുന്നതും ചിരിക്കുന്ന എല്ലാം ഞാൻ കണ്ടതാണ്. ഇമോഷണൽ ഡൗൺ ആവുന്ന എല്ലാം തിരിച്ച് എനിക്ക് ഓൾമോസ്റ്റ് 90% മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതും 2 മാസത്തെ ഡേറ്റിംഗ് പീരീഡിൽ 90% മനസ്സിലാക്കി കഴിഞ്ഞാൽ കപ്പിൾസിന്റെ മെയ് 17, 2020 എന്റെ ബർത്ത്ഡേയോ മെയ് ആരുടെ നിന്റെ പുണ്യപാദങ്ങളിൽ മൺതരി പോലും പറ്റാതെ ചെരുപ്പായിട്ട് ഞാൻ കാത്തോ. എന്ത് ടെസ്റ്റ് അടി മക്കളെ. ഞാൻ പറയട്ടെ, എന്റെ ബർത്ത്ഡേ ഒത്തു വെച്ച് അന്ന് ഗിഫ്റ്റ് തന്നതാണ് ഞാൻ ആദ്യം ഫേവറേറ്റോ? ഫേവറേറ്റ് അയ്യോ, ഞാൻ സ്മിതാന്ന്. ഇഷ്ടമല്ലാത്തതാണ്. മൊട്ട വാങ്ങിച്ചു മൊട്ട. അയ്യോ, ഞാൻ സ്മിതാന്ന്. മൊട്ട വാങ്ങിച്ചു മൊട്ട. ഇഷ്ടമല്ലാത്തതാണ്. മൊട്ട വാങ്ങിച്ചു മൊട്ട. രണ്ടുപേരെയും പറ്റിട്ട് ഈ കാണുന്നവർക്ക് നിങ്ങളെ കൂടുതൽ അറിയത്തില്ലല്ലോ. കൃഷ്ണപ്രിയയുടെ ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാണ്. ഒരു ടീച്ചറാണല്ലേ. കാണുന്ന ഓഡിയൻസിനെ ഒരു പറ്റിക്കുന്ന പോലത്തെ ഫീൽ വന്നായിരുന്നു എപ്പോഴെങ്കിലും? നമ്മളാരെയും പറ്റിക്കുന്നില്ല. ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരാളെ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അയാൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ളൊരു മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ഞാൻ ഇതുവരെ പുള്ളിക്കാർക്ക് ഇതുവരെ കാശോ അങ്ങനെയൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. വീഡിയോ കാണുന്ന കണക്ക് ഇത്രയും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നിടം വരെയും ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്താ ബില്ല് എടുക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ഫൈനൽ ടെസ്റ്റ് ആണ്. ആളിന്റെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്സായി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്നിട്ടാണ് ബിൽ ടെസ്റ്റ് പാസ്സായി ആരോ ഞാൻ ഇതെടുത്തിട്ട് എറിയാൻ അങ്ങോട്ട്. കാണുന്ന ഓഡിയൻസിന് ഇതൊരു മോട്ടീവ് ആകണം. പറയാ ബില്ലൊക്കെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരിടത്ത് ലൈക്ക് പുള്ളിക്കാർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പൊട്ടി തെറിക്കും. ദേഷ്യം വരുന്നത് വെച്ചാല് ആളുടെ ചില ലൈക്ക് ആൾ ചില സമയത്ത് ഭയങ്കര ഉറക്കം ആൾക്ക്. ഞാൻ എപ്പോൾ മെസ്സേജ് ഇട്ടാലും ലൈക്ക് നമ്മൾ ഡിസപ്പിയർ ആകുമ്പോൾ എവിടെ പോയി ആള് ഉറങ്ങും. ഇത് രാത്രി 2 മണി 3 മണി ആ ടൈമിലാണോ? ആ സമയം അയ്യന്റെ മോനെ എന്തുണ്ടായി പെട്ടെന്ന് വീണ്ടും തുടങ്ങി. ഞാനൊക്കെ പറഞ്ഞു തരണോടാ, ഞാൻ പറഞ്ഞു തരാം, ഇങ്ങനെ അവസാനം. അപ്പൊ ഞാൻ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി കിടന്നുറങ്ങും. ആളെ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നു. കയ്യങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല ടൈപ്പ് ഓഫ് വ്ലോഗ് കാണാറുണ്ട്. ഇപ്പോൾ ഡേറ്റിംഗ് വ്ലോഗ് തന്നെ ഇപ്പോൾ മാരിഡ് കപ്പിൾസിൻ്റെയും അൺമാരിഡ് കപ്പിൾസിൻ്റെ ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഡിന്നർ ഡേറ്റ് ആയിക്കോട്ടെ, മൂവി ഡേറ്റ്, അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഡേറ്റിംഗ് വീഡിയോ ഇത്രയൊക്കെ ചർച്ചയായിട്ട് മാറുന്നത്. നമ്മൾ ടിൻഡറിൽ പരിചയപ്പെട്ട ഒരാളെ ഡേറ്റിങ്ങിനായിട്ട് പോകുന്നു. ആ സമയത്ത് കുറച്ച് ബോയ് ഫ്രണ്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. എനിക്കതെല്ലാം ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫീഡിംഗ് ടെസ്റ്റ്, ഹാൻഡ് ഹോൾഡിംഗ് ടെസ്റ്റ്, ബാക്ക് ക്യാരിങ് ടെസ്റ്റ്, ഷോപ്പിംഗ് ടെസ്റ്റ്, ചോക്ലേറ്റ് ടെസ്റ്റ്, ഹെൽത്ത് ടെസ്റ്റ്, ബിൽ ടെസ്റ്റ്, ഈഗോ ടെസ്റ്റ്, എലവേറ്റർ ടെസ്റ്റ്, ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ്, ക്ലീനിങ് ടെസ്റ്റ്, ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ്, സൺലൈറ്റ് ടെസ്റ്റ്, വിൻ ടെസ്റ്റ്, ക്ലോസ് ടെസ്റ്റ്. ഇത് തുടങ്ങി ഇനി അങ്ങോട്ട് ഒരു 10, 20, 30 ടെസ്റ്റ് കാണും. നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് ഇന്ത്യയിൽ പഠിച്ചിറങ്ങാൻ എത്രയും ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വൈറൽ വീഡിയോയിൽ കണ്ട ആ കപ്പിൾസിനെയാണ് ഞാൻ ഇന്നിവിടെ ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിൻജോയ്ക്കും കൃഷ്ണപ്രിയയ്ക്കും വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഈ ടെസ്റ്റിന്റെ ഒക്കെ ഐഡിയ ആരുടെ ആയിരുന്നു ശരിക്കും? അവളുടെയാണ്. ടെസ്റ്റിന്റെ ഐഡിയ എന്റെയാണ്, പക്ഷെ ആ ടിൻഡർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ്. ഓക്കെ, ശരിക്കും അപ്പൊ അങ്ങനെയല്ല, ടിൻഡറിൽ പരിചയപ്പെട്ടതല്ല, ഞാൻ ബേസിക്കലി ഫസ്റ്റ് അതാ ചോദിക്കാൻ വന്നേ. കാരണം നമ്മൾ വീഡിയോ കണ്ട സമയത്തെ ഇപ്പോൾ കൃഷ്ണപ്രിയയുടെ വീഡിയോയിൽ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നടത്തുമ്പോൾ ഫുഡ് ടെസ്റ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ആള് വീട്ടിൽ നിന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് ബ്രിൻഡോയുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഗേൾ ഫ്രണ്ട് ടെസ്റ്റിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ആള് ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ഫുഡ് എടുത്തോണ്ട് എന്ന് പറയുന്നു. അപ്പം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. സ്ക്രിപ്റ്റിൽ കുറച്ച് പാളിച്ചകളൊക്കെ കണ്ടു. അപ്പൊ ശരിക്കും അത് എന്തായിരുന്നു സംഭവം? ശരിക്കും ആരുടെ ഫുഡ്? ഇവള് തന്നെ കൊണ്ടുവന്നു. ഇവള് ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഓക്കെ.
അത് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നത്. അത് നമ്മളിങ്ങനെ നമ്മൾ മിക്ക എല്ലാ വീക്കെൻഡും മീറ്റ് ചെയ്യും, എല്ലാ സൺഡേ നമ്മൾ മീറ്റ് ചെയ്യും. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ചിലവ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ മീറ്റ് ചെയ്ത് ഭയങ്കര ഫുഡാണ്, നമ്മൾ രണ്ടുപേരും ഭയങ്കര ഫുഡ് ഇടുക. അപ്പം ഞാൻ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ തുടങ്ങിയതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് എടുത്തിട്ട് ഫുഡ് വന്നു. എടുത്തിട്ട് വന്നത്. ഓ, അപ്പൊ ആ ലൈക് ബ്രിൻഡോ കൊണ്ടുവന്നാന്ന് പറയാനൊക്കെ ഉള്ള ഐഡിയ സ്വന്തം അത് ഞാൻ സംഭവങ്ങൾ. നോക്കുമ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബോയ് ഫ്രണ്ടിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൊണ്ടുവന്നു പറയുമ്പോൾ ആൾക്കതിലൊരു വാല്യൂ ഇല്ലല്ലോ. അപ്പം ഞാൻ ആൾക്കൊരു ക്രെഡിറ്റ് കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ വ്ളോഗിൽ അങ്ങനെ ഇട്ടു. എനിക്ക് ക്രെഡിറ്റ് തരാൻ വേണ്ടിയിട്ട് തിരിച്ചങ്ങോട്ട് വിട്ടു. ഓക്കെ, നമുക്ക് ഇതൊക്കെ ചോദിക്കുന്ന മുന്നേ നിങ്ങൾ ശരിക്കും കപ്പിൾസ് അല്ലേ? ഞങ്ങളിപ്പോൾ ഡേറ്റിങ്ങിലാണ്, ഏകദേശം 2 മാസം ആയതുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. അപ്പം ഒരു പരസ്പരം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അറിഞ്ഞു വരുന്നൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഓക്കെ, രണ്ടുപേരെയും പറ്റിയിട്ട് ഈ കാണുന്നവർക്ക് നിങ്ങളെ കൂടുതൽ അറിയത്തില്ലല്ലോ. ബ്രിൻജോ എന്താ ഇപ്പൊ ചെയ്യുന്നത്? കറന്റ് എന്താ ചെയ്യുന്നത്? ഞാനിപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ യുക്രൈനിലാണ് പഠിച്ചത്. അപ്പം വാറായതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വരാൻ ലേറ്റായി. അപ്പം അതുവരെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ജോലിക്ക് പോകണം. ഓക്കെ, ബ്രിൻജോന്റെ സ്ഥലം കൊല്ലം പുനലൂർ. കൊല്ലം. ഓക്കെ, അടുത്ത് കൃഷ്ണപ്രിയയുടെ. ഞാൻ ഇവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാണ്. ഞാൻ ഇപ്പോൾ ഈ ഫെബ്രുവരി ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ. ഓ, ഒരു ടീച്ചറാണല്ലേ? അങ്ങ് പറയില്ലല്ലോ കണ്ടാൽ. ഒരു ടീച്ചറാണെന്നോ ഒരു ഗസ്റ്റ് ലെക്ചറാണെന്നൊന്നും കണ്ടാൽ പറയില്ല. ഏജ് എത്രയുണ്ട് രണ്ടുപേർക്കും? ഗസ് ചെയ്യാമോ? ഓക്കെ, 25-20. അതെ, എനിക്ക് 25. എനിക്ക് 20 ആണ്. 25. കൃഷ്ണപ്രിയക്ക്? എനിക്ക് 24 ആണ്. 24 ഉണ്ട്. ഓക്കെ, വീട് എവിടെയാപ്പോ? എൻ്റെ തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണോ? ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണോ? അങ്ങനല്ല. ഫസ്റ്റ് റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് ഇപ്പൊ ഇങ്ങനെ മീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഏകദേശം ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഫസ്റ്റ് ഇതാണ്. പ്രോപ്പർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ആളുടെ ഇതാണ്. നിങ്ങളിപ്പം ലൈക്ക് ഇൻടു റിലേഷൻഷിപ്പ് ആയി? അല്ലല്ല, നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുവാണ്. അപ്പം പക്ഷേ ഒരു റിലേഷൻഷിപ്പിലോട്ട് അങ്ങോട്ട് എത്തിയില്ല. മേ ബി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മേ ബി ആവുമായിരിക്കും. ആകാനുള്ള ചാൻസ് എത്ര ഉണ്ട്? രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുണ്ട്. ബ്രിൻഡോയ്ക്ക് എത്ര ചാൻസ് തോന്നുന്നു റിലേഷൻഷിപ്പിലാവും? ഇതുവരെ എല്ലാം നല്ല വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബോണ്ടിങ് ഉണ്ട്. ഗേൾ ഫ്രണ്ട് ടെസ്റ്റ് ഒക്കെ പാസ്സായോ? അങ്ങനെ കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലതായിട്ട് പോകുന്നു. ഓക്കെ, തിരിച്ച് ഇതുവരെ ലൈക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം വൈബൊക്കെ ഓക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ പറയുന്ന പോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ. ഓക്കെ, രണ്ടുപേരുടെയും വീട്ടിൽ ഈ വീഡിയോ ഒക്കെ കണ്ടില്ലേ? എന്തായിരുന്നു റിയാക്ഷൻ? ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചു ഇത്രയും വൈറലാവുമെന്ന്? ഇല്ല, അല്ല വൈറലാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇത്രയും രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത്രയും ഒരു സ്റ്റേജിലെത്തുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, ഫാമിലിയുടെ സൈഡിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കൊച്ചിയിലായിരിക്കുന്ന സമയത്താണ് ആ വീഡിയോ വൈറലായി ഇത്രയും പേര് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ മമ്മി ചോദിച്ചു എന്തുകൂടെ കാണിച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഉടക്കായിരുന്നോ? ലൈക്ക് എല്ലാവരും അയൽക്കാർ പറയുമല്ലോ, അപ്പം ഫുള്ള് നെഗറ്റീവ് ആണല്ലോ വരുന്നത്. അപ്പം മമ്മി ചോദിച്ചായിരുന്നു എന്തും കാണിച്ചു വെച്ചേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മി ജസ്റ്റ് കോണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഓക്കെയാണ് വീട്ടിൽ. ചോദിച്ചോ കൃഷ്ണപ്രിയെ പറ്റി? ചോദിച്ചോ? ചോദിച്ചു എങ്ങനെ മീറ്റ് ആക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇൻസ്റ്റ വഴി സംസാരിച്ചെന്ന് പറഞ്ഞു. മിണ്ടിയോ ബ്രിൻഡോയുടെ അമ്മയടുത്ത്? ഇല്ല, അങ്ങനെ ആ ഒരു സ്റ്റേജ് ഒന്നും എത്തിയിട്ടില്ല. കൃഷ്ണപ്രിയയുടെ വീട്ടിലോ? എൻ്റെ വീട്ടില് അമ്മ അറിഞ്ഞത് എൻ്റെ ട്രോൾ വീഡിയോ ഒരാൾ അയച്ചു കൊടുത്ത്, നമ്മുടെ ഫ്രണ്ട് അയച്ചു കൊടുത്തിട്ടാണ്. അമ്മ അങ്ങനെ നേരത്തെ ട്രോൾ വീഡിയോ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അമ്മ ഇതൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു ലൈക്ക് അമ്മ ഓൾമോസ്റ്റ് കൂളായിട്ടുള്ള ഒരാളാണ്. കാരണം അമ്മ ചെറിയൊരു യൂട്യൂബറാണ്. അപ്പോൾ അമ്മ ഇതൊക്കെ എന്നോട് ചോദിച്ചു ലൈക്ക് നീ സാറ്റിസ്ഫൈഡ് ആണോ? നിനക്കൊരു ഹേർട്ട് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ നിനക്കൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല ഫ്യൂച്ചറിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഓക്കെയാണ്, ഞാൻ നോക്കി ചെയ്തോളാം. എൻ്റെ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ അവർക്ക് തന്നെ അവരിങ്ങനെ അത്ഭുതത്തിൽ വെച്ചു ലൈക്ക് അവർക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. ലൈക്ക് കാരണം നമ്മൾ കോളേജിലൊക്കെ വേറൊരു ഫേസ് ആണല്ലോ, ആ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫേസ്. അപ്പൊ മിസ് ഇങ്ങനെയാണോ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഒക്കെ ഉണ്ട്. മിസ് ഇങ്ങനെയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. നമുക്കിപ്പോ ഈ കോളേജിൽ ടീച്ചേഴ്സ്, സ്റ്റാഫ്, മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നോ? മാനേജ്മെന്റ് സൈഡിൽ നിന്ന് സത്യം പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ല. ബാക്കിയുള്ള മിസ്സുമാരൊക്കെ ഇങ്ങനെ കണ്ടു. അവരൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടോക്കാണ്. പിന്നെ നമ്മള് പ്രൊഫഷണൽ ലൈഫ് വേറെ, ഈ ഒരു ലൈഫ് പേഴ്സണൽ ലൈഫ് വേറെ, അങ്ങനെ ഒരു രീതിയിൽ പോകേണ്ടതാണ്. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെ ശരിക്കും പരിചയപ്പെട്ടത്? ടിൻഡർ അല്ല, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു കണക്ഷൻ? ഞാൻ എൻ്റെ ഫീൽഡിൽ ഇടയ്ക്കിടയ്ക്ക് ആളുടെ വീഡിയോസ് ഇങ്ങനെ വരും. ലൈക്ക് അന്ന്
ഞാൻ അല്ല ലൈക്ക് എനിക്ക് എന്തോ 6K ഫോളോവേഴ്സോ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ ആളുടെ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആളുടെ ചിരി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് കാണുമ്പോൾ ഓക്കെ ഫൈൻ, നല്ല ചെക്കനാണല്ലോ. എനിക്ക് അതല്ല, അവന്റെ നോട്ടം കണ്ടുകൊണ്ട് ചിരിച്ചതാ. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നി നല്ല ചെക്കനാണെന്ന് കണക്ട് ചെയ്തത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആൾക്ക് 40-something ഫോളോവേഴ്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓ ഇവനൊന്നും റിപ്ലൈ ഒന്നും തരില്ല, വെറുതെ ജാടയായിരിക്കും വെറുതെ നാണം കണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചു. പിന്നെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങി ഫീഡില്. പിന്നെ ഞാൻ വെച്ചു പോയൊരു മെസ്സേജ് കിട്ടിയ ഒരു കണക്ഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടപ്പോൾ എന്താ ആദ്യം അയച്ചെന്താ? ഹായ് ക്യാൻ വി ടോക്ക് ഇത് ഞാൻ അയച്ചു. അങ്ങനെ അയച്ചു. ആള് പിറ്റേ ദിവസം എനിക്ക് റിപ്ലൈ തന്നു, ഷുവർ അങ്ങനെ എന്തോ പറഞ്ഞ് റിപ്ലൈ തന്നു, ഹായ് അങ്ങനെ ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനെ അത്ഭുതം. പിന്നെ ഞാൻ സീ ഹു ഡിസൈഡഡ് ടു ഷോ അപ്പ് എന്നൊക്കെ കൊണ്ട് മെസ്സേജ് ഇട്ടു. അങ്ങനെ സംസാരിച്ച് സെറ്റായി ഡേറ്റിംഗ് ഒരു സ്റ്റേജ് വരെ എത്തി. ഇതിലേക്ക് എൻ്റെയർ സംഭവം നടന്നതും ഈ 2 monthsലാണ്. അതെ, നമ്മൾ ഫസ്റ്റ് മെസ്സേജ് കിട്ടുന്നത് മാർച്ച് ഒരു ഫസ്റ്റ് വീക്കിലൊക്കെ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. ഏപ്രിലാണ് ഫസ്റ്റ് മീറ്റ് ആക്കിയത്. പിന്നെ അങ്ങനെ നമ്മളെല്ലാ സൺഡേയും കാണും. ഓക്കെ. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീഡിയോ എടുത്ത ഡേറ്റ് ആക്ച്വലി നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് അല്ലല്ലോ? അല്ല, അത് കുറെ കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ അങ്ങനെ ആ ഒരു പ്ലാൻ വന്നേ നമുക്ക് ഇനി മീറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് കണ്ടന്റ് എടുത്തിട്ട് നമുക്കൊരു വ്ലോഗ് ആക്കാം അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻഫ്ലുവൻസർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ലൈക്ക് ഞാൻ എൻ്റെ റീൽസിനുള്ളിൽ റീച്ച് ഒന്നും കിട്ടാറില്ല. ഞാൻ ഫുള്ള് ട്രാൻസിഷൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഡെയിലി വ്ലോഗ് ഇട്, അങ്ങ് ഇടാൻ പറഞ്ഞു. എനിക്ക് പക്ഷെ ഒട്ടും ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ആളുടെ നിർബന്ധപ്രകാരം ഞാൻ ഡെയിലി വ്ലോഗ് ഇട്ട് തുടങ്ങി. അപ്പോൾ ഒരു വ്ലോഗിന് ഓൾമോസ്റ്റ് ഒരു 30K റീച്ച് കിട്ടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റീച്ച് കയറുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ പോയൊരു ബ്രേക്ക് ത്രൂ സംഭവം വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ മീറ്റ് ആക്കുന്നുണ്ട് എല്ലാ സൺഡേ, അപ്പോൾ ഒരു ഡേറ്റിങ്ങിൻ്റെ ഒരു വ്ലോഗ് ഇട്ടാലോ എന്ന് ആലോചിച്ചു. അതിലെന്തെങ്കിലും ഒരു വെറൈറ്റി ഞാൻ ഫസ്റ്റ് നോർമലായിട്ടൊരു വീഡിയോ എടുത്ത് ഞാൻ എപ്പോഴും വീഡിയോ എടുത്ത് ആൾക്കാർ അയച്ചു കൊടുക്കും. അപ്പോൾ ആൾ നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ഹൂക്ക് നല്ലത് വല്ലതും ഇടുന്ന് പറഞ്ഞു. അപ്പോൾ ആളുണ്ട് ടിൻഡർ എന്ന് പറഞ്ഞ ഹൂക്ക് ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ ടിൻഡർ എന്ന് പറഞ്ഞ ഹൂക്ക് ഇട്ടിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഞങ്ങൾ വെറൈറ്റി സാധനം കൂടെ ആഡ് ചെയ്താലോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഒരു നോർമൽ ഡേറ്റിംഗ് വീഡിയോ ഇട്ടെ, അത് വലിയ രീതിയിൽ ക്ലിക്ക് ആയില്ല. എൻ്റെ ടിൻഡർ എന്ന് പറഞ്ഞ ഹൂക്കും ആഡ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ടെസ്റ്റിംഗ് ലൈക്ക് റോങ് അങ്ങനെ സംഭവം ഇട്ട് കുറച്ച് ടെസ്റ്റുകളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പിടിച്ച് എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. നോക്കുമ്പോൾ സംഭവം നല്ല സക്സസ് ആയി. പിന്നെ അങ്ങനെ ഓക്കെ. ഈ കാണുന്ന ഓഡിയൻസിനെ ഒരു പറ്റിക്കുന്ന പോലത്തെ ഒരു ഫീൽ വന്നായിരുന്നു എപ്പോഴെങ്കിലും? കാര്യം അവര് കുറെ പേര് ട്രസ്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നില്ലേ? ശരിക്കും ഇതങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ആദ്യം കണ്ട പോലെയാണെന്ന് തന്നെ വിശ്വസിച്ച് മെസ്സേജ് അയക്കുന്നില്ലേ? അപ്പോൾ എന്തെങ്കിലും നമ്മളാരെയും പറ്റിക്കുന്നില്ല. ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതാൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, ലൈക്ക് ഇതൊക്കെയായിരിക്കും എക്സ്പെക്ടേഷൻ. അതാൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ ഇതിലൊരു മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് ആൾക്കാർക്ക് എത്തിയാൽ മതി. അതിപ്പോൾ നമ്മൾ തോന്നുന്നുണ്ടോ? കുറേ ആൾക്കാർ തന്നെ കുറേ നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ DM-ലൊക്കെ ലിറ്ററലി എന്നെ ചീത്ത വിളിച്ചിട്ട് മെസ്സേജ് ഇടുന്നവരുണ്ട്. ലൈക്ക് എന്താ ഇങ്ങനെ, നിനക്ക് നാണല്ലേ ആ ചെക്കൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ചെയ്യാൻ, ലൈക്ക് നിനക്കൊരാൾ ഊറ്റി ജീവിക്കുക, സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിച്ചൂടെ. ലൈക്ക് ഞാൻ എനിക്കിപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, ഞാൻ എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു വേറെ ഫീലല്ലേ. ആ ഒരു മെസ്സേജാണ് ഞാൻ കൺവേ ചെയ്യുന്നത്. പക്ഷെ ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ഭയങ്കര ക്രിട്ടിസിസ്. ഇപ്പോൾ ആൾക്കായാലും DM-ൽ ആളിങ്ങനെ ആ പെണ്ണ് ശരിയല്ല, നിനക്ക് ജീവൻ വേണമെങ്കിൽ പെണ്ണിൻ്റെ അടുത്തുനിന്ന് പോക്കോലെ ഭയങ്കര മെസ്സേജ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. മുമ്പൊക്കെ നല്ല വിഷമം തോന്നാറുണ്ട്. പിന്നെ ആള് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ലൈഫ് ഇങ്ങനെയാണ്. എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ശ്രമിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിരുന്നു ആളോട്, ഇതിങ്ങനെ വൈറലായിട്ട് കമൻസ് പറഞ്ഞ് കണ്ടപ്പോൾ എടാ ഡിലീറ്റ് ചെയ്യണോ? അപ്പോൾ ആള് പറഞ്ഞു എടാ ഇങ്ങനെയൊക്കെയാണ്, ലൈക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുണ്ടാവാം, പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, നമുക്കിനി ഭാവിയിൽ അത് പോസിറ്റീവ് ആക്കാന്നുള്ള രീതിയിൽ ആളാണ് പിന്നെ മോട്ടിവേഷൻ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഈ ടെസ്റ്റുകളുടെ ഒക്കെ പേര് ഇപ്പൊ ഫസ്റ്റ് നമ്മളിങ്ങനെ ആദ്യം കാണുമ്പോൾ നമുക്കിപ്പോൾ കെയറിങ് ആണോ എന്ന് നോക്കും, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണല്ലോ. എലിവേറ്റർ ടെസ്റ്റ്, വിൻ ടെസ്റ്റ്, ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ്, ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയി പോയില്ലേ? കുറച്ചൊരിച്ചിരി കടന്നു കൈയായി പോലും തോന്നിയായിരുന്നോ? പറഞ്ഞില്ല ഞാൻ അത്രയും. ഇപ്പൊ ഞാൻ വിൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മുടിക്ക് ഇങ്ങനെ പറക്കാണ്, അപ്പോൾ ആൾ ജസ്റ്റ് ഇങ്ങനെ ഒതുക്കി വെക്കുന്നു. അതൊക്കെ ഒരു റൊമാൻറ്റിക് ഫീൽ, ആ ഒരു റൊമാൻറ്റിക് സംഭവം കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിക്കും ചെയ്തതാണോ കണ്ടന്റിന് വേണ്ടി ചെയ്തതാണോ? അല്ല, ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഒക്കെ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബിസി ആയിട്ട് ഞാൻ ഒന്നും ഭയങ്കര മെസ്സിയാവും, ഒന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. അപ്പോൾ മുടിക്ക് ഇങ്ങനെ പറക്കണമെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെ. ഇപ്പോൾ ആൾ എന്തെങ്കിലും ഇപ്പോൾ പൊടിക്കണമെങ്കിൽ നമ്മളിങ്ങനെ തട്ടി കൊടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒതുക്കി വെക്കുന്നു. അപ്പോഴാണ് ഈ ഐഡിയ തോന്നി, ഓ നമുക്കിങ്ങനെ ഇപ്പോൾ ഒതുക്കി വെക്കാത്തൊരു സാഹചര്യം വരത്തില്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു പേര് പിന്നെ വിൻഡ് ടെസ്റ്റ് കൊടുത്തതാണ്. എലിവേറ്റർ ടെസ്റ്റ്. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഫസ്റ്റ് മീറ്റിൽ തന്നെ
അത് ഇതൊക്കെ ആൾ ലിറ്ററലി ചെയ്ത സംഭവങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് മീറ്റിൽ. ഇപ്പോൾ ഈ എലവേറ്റർ ആയാലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എലവേറ്ററിൽ കയറുമ്പോൾ ഒരു ബോയ് എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയത്. എനിക്ക് മനസ്സിലായില്ല ഇവൻ തന്നെ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയേ. ഗ്രീൻ ഫോറസ്റ്റ് ലൈക്ക് ഇവൻ തന്നെ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി. പിന്നെ ഞങ്ങൾ മനസ്സിലായി എടാ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് സംഭവം, അങ്ങനെ എന്തോ ആൾ പറഞ്ഞു. അപ്പോൾ ലൈക്ക് ഞാൻ ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ ആൾ ശരിക്കും ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കൺവേ ചെയ്യാനോ ഇപ്പൊ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നേ, ലൈക്ക് അപ്പോൾ നമ്മുടെ തോട്ട് വരുമല്ലോ. ആ ഒരു സാധനമാണ് ചോദിച്ചത്. ഇത്രയും 40K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാൾ മിണ്ടുന്നേ ഇല്ലല്ലോ. അവള് മിണ്ടട്ടെന്ന് അവിടെയും മറ്റേ സാധനമാണ് അല്ലേ? മിണ്ട് കമോൺ. ഭയങ്കര ഷൈ പേഴ്സൺ ആണെന്നുള്ളത് ഒരു ഫസ്റ്റ് വ്ളോഗിലാന്ന് തോന്നുന്നു അല്ലേ പറയുന്നുണ്ടായിരുന്നല്ലോ, ഷൈ ആണെന്നൊക്കെ ഉള്ളത്. പക്ഷെ തൊട്ടടുത്ത് ബ്രിൻഡോന്റെ വ്ളോഗ് വന്നപ്പോഴത്തേക്ക് ഇയാളാണോ ഷൈ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അവിടെ നിന്ന് വന്ന വീഡിയോ. ശരിക്കും ഷൈ പേഴ്സണാ? എനിക്കൊരു സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് എപ്പോഴും. മെയിൻറ്റെയിൻ ചെയ്ത് വരും. പക്ഷെ അതൊന്നും തോന്നത്തില്ലല്ലോ വീഡിയോസും വ്ളോഗും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. വീഡിയോസ് നമ്മൾ വീട്ടിൽ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നില്ലേ, അങ്ങനെ സീനില്ല. അതൊന്നും കുഴപ്പമില്ല. അല്ലാതെ പുറത്ത് വന്ന സീനാണ്, ചെറിയൊരു സീനാണ്. ഓക്കെ. ഞാൻ ബ്രിൻഡോട് ഇതിന് മുന്നേ കണ്ടിട്ടുള്ള വീഡിയോ ഏതാണെന്ന് അറിയാവോ? ഏതായിരിക്കും? ഒരു ഗസ് ഉണ്ടോ? ഏതായിരിക്കും? ഏതാണോന്ന് ചോദിച്ചേ? അതന്നെ. ആ മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ റീത്ത് വെച്ചിട്ട് നേരെ KFC കഴിക്കാൻ പോകുന്ന വീഡിയോ. ഈ ലൈക്ക് ബ്രിൻഡോ ആണ് ഈ ബോയ് ഫ്രണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ ഒരു വീഡിയോ കണ്ടപ്പം. അങ്ങനെ കയറി അക്കൗണ്ട് നോക്കിയപ്പോ ഇത് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് കണക്ട് ആവുന്നത്. ആ ഒരു വീഡിയോയുടെ സമയത്തും കുറെ ബുള്ളിങ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ശരിക്കും അന്ന് ആ വീഡിയോ ചെയ്തത് എന്തായിരുന്നു ശരിക്കും? അതങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അന്നാണെങ്കിലും ദിവസം ഒരു 2 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യും, ഒരു മിനി വ്ളോഗ് എന്ന രീതിയിൽ. അപ്പം അന്നാണെങ്കിലും ഞാനൊരു ഇതേപോലെ മരണത്തിന് പോയി. അന്നാണെങ്കിൽ ആ ഫ്ലോയിലങ്ങ് ഇട്ട നമുക്കന്ന് ലൈക്ക് ഓർത്തില്ല ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, അത് കയറി വൈറലായി. പക്ഷെ അത് ഡിലീറ്റ് ഒന്നും ചെയ്തില്ല. ഇല്ല. അതെന്താ? ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. ആ മരിച്ചത് ആരായിരുന്നു? മരിച്ചത് എൻ്റെ ഒരു അങ്കിളിൻ്റെ ഫ്രണ്ടാണ്. അവരുടെ ഫാമിലി ഈ ബ്ലോഗ് കണ്ടായിരുന്നോ? അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ അങ്കിളിനോട് ആദ്യമേ ആക്ച്വലി ഞാൻ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പം അങ്കിൾ പറഞ്ഞാൽ ഇപ്പം എന്താ വീഡിയോ ഇട്ടോളാൻ പറഞ്ഞു. ലൈക്ക് അങ്കിൾ എന്നോട് പറഞ്ഞത് പുള്ളിക്കാരൻ്റെ ഫേസ് വെച്ച് വീഡിയോ ഇടും, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ നിര്യാതനായത് എല്ലാവരും അറിയുമല്ലോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ആ ഒരു കോൺസെപ്റ്റിൽ. അപ്പം ഞാൻ പിന്നെ ഓക്കെ പുള്ളിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്നാ. എടാ അയ്യോ ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മളെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓക്കെ. ഞാൻ പിന്നെ ആണെങ്കിലും അന്നാണെങ്കിലും ഇപ്പം എന്ത് ചെയ്താലും ഞാൻ അത് വ്ളോഗാക്കി ഇടുന്ന ഒരു മൈൻഡിൽ നിൽക്കുമായിരുന്നു. അപ്പം ഞാനാണെങ്കിലും അന്ന് പോയി അങ്ങ് ആ വ്ളോഗ് ആക്കി എന്നിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക, റീച്ച് കൂട്ടുക, അക്കൗണ്ട് റീച്ച് കൊണ്ടുവരിക, അങ്ങനെ ഒരു മൈൻഡിൽ നിൽക്കുമായിരുന്നു. അതിങ്ങനെ പിന്നെ ചിന്തിച്ചില്ല അധികം. പിന്നെ ഞാൻ ചിന്തിച്ചു അയ്യോ ഇതിങ്ങനെ ആയിരുന്നോ, ആദ്യമേ വന്ന് പിന്നെന്തായാലും നാട്ടുകാർ കണ്ട് റിയാക്ട് ചെയ്തു, കിടക്കട്ടെ വെച്ചു. കമ്പയർ ചെയ്യുമ്പോൾ എത്ര സാറ്റിസ്ഫൈഡാ ബ്രിൻഡോയില്? ടു ബി ഫ്രാങ്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. തിരിച്ച് ഇതുവരെ എല്ലാ വൈബും അടിപൊളിയാണ്. എന്തൊക്കെയായിരുന്നു ബ്രിൻഡോയുടെ കോൺസെപ്റ്റിലേക്ക് ഒരു ഫ്യൂച്ചർ ഗേൾ ഫ്രണ്ടിനെ പറ്റിയിട്ടുണ്ടായിരുന്നേ? കൃഷ്ണപ്രിയ കാണുന്നതിന് മുന്നേ കുറച്ച് അംബീഷ്യസ് ആയിരിക്കണം, പിന്നെ കുറച്ച് ക്ഷമ വേണം. ക്ഷമ ഉണ്ടോ? പുള്ളിക്കാരിക്ക് കുറച്ച് ക്ഷമ കുറവാണ്. അങ്ങനെ അത്രേ ഉള്ളൂ. ദേഷ്യപ്പെടുവോ പെട്ടെന്ന്? പെട്ടെന്ന് ദേഷ്യപ്പെടും. എന്തിനാ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ളത്? ലൈക്ക് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുള്ള കാര്യം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എന്താ ഭയങ്കര ഒരു വീക്ക് പോയിന്റ് എന്താ ദേഷ്യം വരുന്ന? ദേഷ്യം വരുന്നത് വെച്ചാൽ ആളുടെ ചില ലൈക്ക് ആൾ ചില സമയത്ത് ഭയങ്കര ഉറക്കം, ആൾക്ക് ഭയങ്കര ഉറക്കം. നമ്മൾ കോളൊക്കെ ചെയ്യുമ്പോൾ ആൾ കിടന്ന് ഉറങ്ങും. ഞാൻ എപ്പോൾ മെസ്സേജ് ഇട്ടാലും ലൈക്ക് നമ്മൾ ഡിസപ്പിയർ ആകുമ്പോൾ എവിടെ പോയി ആൾ ഉറങ്ങും. ലൈക്ക് എപ്പോഴും ഉറക്കാം, ലൈക്ക് ഭയങ്കര ഉറക്കം. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറയുമായിരിക്കും. ആളൊന്നുമില്ലെങ്കിൽ ലിറ്ററലി പകുതി ഉറങ്ങും. നമ്മൾ പറയുന്നത് ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ആൾ എന്താ നമുക്ക് നാളെ. ഇത് രാത്രി 2 മണി 3 മണി ആ ടൈമിലാണോ? ആ സമയത്ത് അല്ലേ? എനിക്ക് തോന്നിയത് ബ്രിൻഡോയുടെ ഇരിപ്പ് കണ്ടപ്പം എനിക്കത് തോന്നി. രാത്രി നമ്മൾ കണ്ടിന്യൂ സംസാരിച്ച് 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 11 മണിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഒരു എൻ്റെ തോട്ടതാ. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഇവളിതിങ്ങനെ പറഞ്ഞിരിക്കും. എന്താ ഇത്രയും പറയാൻ? എല്ലാ ദിവസവും 2 മണി 3 മണി വരെയൊക്കെ അല്ല, എന്തേലും പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാർ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഞാനും മറന്നു ഇവളെന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ മറന്നു. എന്നിട്ട് ഞാൻ ചോദിക്കും എന്തുണ്ടായി? പെട്ടെന്ന് വീണ്ടും തുടങ്ങി. ഞാനൊക്കെ പറഞ്ഞു തരണോടാ, ഞാൻ പറഞ്ഞു തരാം.
ഓക്കെ. അങ്ങനെ വീണ്ടും ഇത് ഇങ്ങനെ അവസാനിക്കും. അപ്പൊ ഞാൻ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി കിടന്നുറങ്ങും. സ്വിച്ച് ഓഫ് ചെയ്ത് പോയി കിടന്നുറങ്ങും. സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങും. ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ സൈഡ്. ഉറങ്ങണ്ടേ ഒരു മനുഷ്യന്. അത് നമ്മൾ ഫസ്റ്റ് ലിറ്ററലി എനിക്കും ആഗ്രഹമുണ്ട് ഇത് 12 മണിക്കാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ, 12 മണിക്ക് അവസാനിപ്പിക്കുന്നത്. പക്ഷെ ആളൊരു റെസ്പോൺസ് തരണ്ടേ. ആള് ഭയങ്കര നെവർ കെയർ ആണ്. എന്തുണ്ടായാലും ആള് അതിന് പിന്നെ ഇങ്ങനെ ചെയ്യട്ടെ അല്ലേ. ഇനി ബ്രിൻഡോടെ റെഡ് ഫ്ലാഗ്സ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണേ. അങ്ങനെ അപ്പൊ അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഒരാളെ ആണെങ്കിൽ നമ്മൾ നോക്കാൻ ഇപ്പം മറ്റേ ഗ്രീൻ ഫ്ലാഗ് ആണോ നോക്കിയത്, നമുക്ക് അങ്ങനെയുള്ള ഒരാളായിരിക്കണം തോന്നാനുള്ള ഒരു മോട്ടീവ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ റെഡ് ഫ്ലാഗ് ഇങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ പാടില്ല എന്ന് കാണിക്കുന്ന ഒരു സാധനം. തിരിച്ചെന്താ ബ്രിൻഡോയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഫാക്ടർ എന്താ കൃഷ്ണപ്രിയയുടെ? പുള്ളിക്കാരിക്ക് ചില സമയം ക്ഷമയില്ല. പുള്ളിക്കാരി പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യം റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറഞ്ഞു. രാമായണം പറഞ്ഞെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ ചിന്തിക്കും ഇത് എന്തുകൊണ്ടായി പറയുന്നതെന്ന് അങ്ങ് മറന്നു. ഞാനും ഇത് എന്തിനാണ് എന്തിനായി പറയുന്നത് മറന്നു. ഫസ്റ്റ് തൊട്ട് മര്യാദയ്ക്ക് റെസ്പോൺസ് തന്നാൽ പോരായിരുന്നു. ഒറ്റവട്ടം പറയുമ്പോൾ കേട്ടാ പോരെയുള്ളൂ. കറക്റ്റ് റെസ്പോൺസ് കൊടുക്കും. പുള്ളിക്കാരിക്ക് വേണ്ടത് ഒരു സ്പെസിഫിക് വേർഡാണ്. ആ വേർഡ് കിട്ടാതെ പുള്ളിക്കാരി നിർത്തില്ല. ലോജിക്ക് വേണ്ട. പുള്ളിക്കാരി ഇമോഷണലാണ്, കുറച്ച് നല്ല ഭയങ്കര ഇമോഷണലാണ്. അപ്പൊ ഓപ്പോസിറ്റ് ഒരാൾ ഇമോഷണൽ വേയിൽ നമ്മളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓക്കെ പുള്ളിക്കാരി ഭയങ്കര മെച്ചുവേർഡാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ ഇത് ഇമോഷണൽ ആയിട്ടൊരു കാര്യം പറയുമ്പോൾ പുള്ളിക്കാരി അതിന് മെച്ചുവേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ തരും. ലോജിക് ആൻസേഴ്സ് അല്ല വേണ്ട, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. അത് ആൾക്ക് പലപ്പോഴും തരാൻ പറ്റില്ല. അപ്പൊ ആള് ലോജിക്കലായിട്ട് പറയുമ്പോൾ ഐ വിൽ ബി സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഇമോഷണൽ സപ്പോർട്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും. അതന്നെ ആൾക്കത് എനിക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ. ബ്രിൻഡോയ്ക്ക് വലിയ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ബ്രിൻഡോയുടെ വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റയിൽ കാണുമ്പോൾ നിങ്ങൾ ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പിന് ശേഷം അങ്ങനത്തെ റീലൊക്കെ കണ്ടിട്ടുണ്ട്? ബ്രേക്കപ്പ് അത്ര വിഷമിച്ചിരിക്കേണ്ട ബ്രേക്കപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങളൊന്നും പിണങ്ങിയിട്ടുണ്ടോ ഇതിനിടയ്ക്ക്? ഇല്ല, അങ്ങനെ അധികം സോൾവ് ചെയ്യും, പിണങ്ങിയിട്ടൊന്നുമില്ല. ഒരു ഇത്രയും ടെസ്റ്റുകളൊക്കെ നടത്തി ഒരാളെ മനസ്സിലാക്കിയെന്നുള്ള നിലയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്തായിരിക്കും ഓഡിയൻസിന് കൊടുക്കുന്നത് കൃഷ്ണപ്രിയ? റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ എഫേർട്ടിനെ നോക്കുക. ലൈക്ക് ആൾ എനിക്ക് വേണ്ടി കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, അതിലാണ് ഞാൻ ഇമ്പ്രസ് ആയതും. ലൈക്ക് ഏറ്റവും വലിയ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആൾ ലിറ്ററലി പുനലൂരാണ് കിടക്കുന്നത്. ആള് എല്ലാ സൺഡേയും വരുന്നത് രാത്രി 2 മണിക്ക് ട്രെയിൻ കയറി എല്ലാ സൺഡേയും വരും. അപ്പം ഫുഡ് മേടിക്കാൻ പിന്നെ ഇവിടെ കാണാം, പിന്നെ കണ്ടന്റ് മേക്ക് ചെയ്യാം. ആ ഒരു രീതിയിൽ എല്ലാ സൺഡേയും വരും. എല്ലാ വീക്കും വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റൂളാണ് എല്ലാ വീക്കും മീറ്റ് ചെയ്യണം. അപ്പോൾ ലിറ്ററലി ആള് രാത്രി 2 മണിക്കാണ് ട്രെയിൻ. 2 മണിക്ക് ട്രെയിൻ കയറി ചില സമയത്ത് സൺഡേ ഒക്കെ ആണെങ്കിൽ ഉറങ്ങാനൊന്നും സീറ്റ് കിട്ടില്ല. അല്ല അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒരാളെ കാണാൻ വേണ്ടി വരുമ്പോൾ അതാണ് എഫേർട്ടിന് പിന്നാലെ പോവുക. ബിക്കോസ് ഇഫ് ഹി വാണ്ട്സ് ടു ഡു ദാറ്റ് ഹി വിൽ ഡു ദാറ്റ്. ഓക്കെ. തിരിച്ചെന്താ എഫേർട്ട് ഒക്കെ ഇട്ടിട്ടുള്ളത്? തിരിച്ചെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഫുഡ് പൊതിഞ്ഞുകൊണ്ട് വരും. ഞാൻ പുള്ളിക്കാരി ആണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ നീക്കുവേ. എനിക്ക് ഏറ്റവും ഇമ്പ്രസ് ആയ കാര്യം അതാണ്. പുള്ളിക്കാരി ഫൈനാൻഷ്യലി നല്ല മെച്യൂറാണ്. പുള്ളിക്കാരി ആണെങ്കിൽ ഞാൻ ഇതുവരെ പുള്ളിക്കാരിക്ക് ഇതുവരെ കാശോ അങ്ങനെയൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. വീഡിയോ കാണുന്ന കണക്ക് ഇല്ല ഒന്നുമില്ല. ഇത്രയും ഇപ്പം ഇവിടെ ഇരിക്കുന്നിടം വരെയും ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്താ ബില്ലെടുക്കുന്നത്. എന്നിട്ടാണ് ബിൽ ടെസ്റ്റ് പാസ്സായി ആരും ഞാൻ ഇതെടുത്തിട്ട് എറിയും ഞാൻ അങ്ങോട്ട്. എന്നിട്ട് കുറച്ചുമ്പോ എന്താ പറഞ്ഞേ, കാണുന്ന ഓഡിയൻസിന് ഇതൊരു മോട്ടീവ് ആകണം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പാലിക്കുവാണെന്നുണ്ടെങ്കിൽ അവരൊരു ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാ ബില്ലൊക്കെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരിടത്ത് അതൊരു ഉണ്ടല്ലോ ലൈക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് സൊസൈറ്റിയിൽ, ബോയ്സ് കൊടുക്കണം. പിന്നെ എന്തിനാ വീഡിയോയിൽ അത് നമ്മളത് ബ്രേക്ക് ചെയ്യണം എന്നല്ലേ ആഗ്രഹിക്കുന്നേ. അപ്പൊ നമ്മൾ ബ്രേക്ക് ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചു, ഹി ഈസ് എ ഗുഡ് ഗൈ അങ്ങനെ പറയണ്ടേ. അല്ല, വീഡിയോ വൈറൽ ആവണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രീം വേർഷൻ ഇതിൽ വേണം, ഫാന്റസി രീതിയിൽ പോകണം. ബോയ്സ് കൊടുക്കണം എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലേ ഒരു വീഡിയോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷെയർ വരും. മനസ്സിലായി. അല്ല, ഈ കുറച്ച് മുന്നേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും കൂടെ ഞാനിത് കാണിച്ചത് ഇങ്ങനെയാണ് ഒരാളെ സെലക്ട് ചെയ്യേണ്ട ഒരു മോട്ടീവും കൂടെ സ്പ്രെഡ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത സെന്റൻസിൽ അത് ഓക്കെ ഫൈൻ. അല്ല, വീഡിയോയിൽ തന്നെ നമുക്കത് മനസ്സിലാവും. കാര്യം മറ്റേ ഹെൽത്തി സ്പ്രൈറ്റ് എടുപ്പിച്ചിട്ട് തൊട്ടടുത്ത് കാണിക്കുന്നത് ചോക്ലേറ്റ്സും കേക്കും. അത് കൊളാബ് ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ ആ കുനാഫ ചോക്ലേറ്റിന് കൊളാബ് ഉണ്ട്. അതും ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ സക്സസ്ഫുള്ളി കയറ്റി വിട്ടു. ഓ കൊള്ളാം, ബുദ്ധിയുണ്ട്. അതെനിക്ക് ബ്രിൻഡോടെ അക്കൗണ്ട് മനസ്സിലായി. ഫുഡ്സിനെ ടാഗ് ചെയ്തിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അതിൽ കൊളാബ് ഉണ്ടായിരുന്നു എന്നുള്ളത്. കാണുന്ന ഓഡിയൻസ് ഒന്നും മനസ്സിലാക്കുന്നില്ല, കണ്ടന്റ് പോലെ തന്നെ എടുക്കും. പക്ഷെ ഇവർ അതിനകത്ത് പല പല സാധനങ്ങളാണ് കയറ്റി വിട്ടോണ്ടിരിക്കുന്നത്. അതും കുറെ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, സ്പ്രൈറ്റ് ഹെൽത്തി ടെസ്റ്റ് ഒക്കെ പാസ്സായി എന്നിട്ട് അടുത്ത് കൊടുക്കുന്ന കേക്കും ഇതൊക്കെ. അവള് കറക്റ്റ് ആലോചിച്ച് ചെയ്തില്ല.
അവിടെ ആ സംഭവം എന്താ വെച്ചാൽ ആള് എന്നെ ഒരിക്കലും ലൈക്ക് നമ്മളെപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചാലും ആള് ഷുഗർ ഫ്രീ എനിക്ക് മേടിച്ചു തരുള്ളൂ. ലൈക്ക് ആളെന്നെ ലിറ്ററലി ഷുഗർ ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കേക്കും സ്വീറ്റ്സ് ഒന്നും അല്ലാതെ കഴിപ്പിക്കില്ല. സമ്മതിക്കില്ല. ലൈക്ക് അതൊന്നും എനിക്ക് മേടിച്ച് സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ ഇങ്ങനെ നിർബന്ധിച്ച് എന്നോട് കഴിച്ചോളാൻ പറയും, പക്ഷെ അങ്ങനെ മേടിച്ച് അങ്ങനൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആളെപ്പോഴും ഷുഗർ ഫ്രീ. എനിക്ക് ആവശ്യമില്ല, എല്ലാം ആൾ ചെയ്തൊരു സംഭവമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ സംഭവം ആൾ ചെയ്തിട്ടുണ്ട്, ഈ ഷുഗർ ഫ്രീയുടെ എപ്പോഴും ഷുഗർ ഫ്രീ. അപ്പൊ ഞാൻ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടതാണ്, അതിന് ഫോളോ അപ്പ് ചെയ്ത് നോർമലി ഒരു ഫാന്റസി പോലെ എല്ലാം മേടിച്ചിരുന്നൊരു ബോയ് ഫ്രണ്ട്, ആ ഒരു ഫാന്റസിയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. മേ ബി ആ ഒരു ഓർഡർ കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും. ആരാ എഡിറ്റ് ചെയ്യുന്നതൊക്കെ സ്വന്തമായിട്ട് തന്നെ? നിങ്ങൾ രണ്ടുപേരും കണ്ടന്റ് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു 2 monthsന്റെ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ബ്രിൻഡോയ്ക്ക് എത്ര പെർസെന്റേജ് കൃഷ്ണപ്രിയ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു 2 months ഓഫ് ഡേറ്റിംഗ്? ഓൾമോസ്റ്റ് 90%. കാരണം പുള്ളിക്കാരി കരയുന്നതും ചിരിക്കുന്ന എല്ലാം ഞാൻ കണ്ടതാണ്, ഇമോഷണൽ ഡൗൺ ആവുന്ന എല്ലാം. അപ്പം എല്ലാ സൈഡും ഞാൻ ഏകദേശം കണ്ടിട്ടുണ്ട്. അപ്പം 90% മനസ്സിലായി. ഏകദേശം 90%. എനിക്കത് ഓൾമോസ്റ്റ് ഒരു 90% ആൾ മനസ്സിലായിട്ട്. കാരണം ആള് ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്, ആളുടെ ആ ഒരു കാംനെസ്, ആള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്, എല്ലാ ഇമോഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര വിശേഷമൊക്കെ പറഞ്ഞേക്ക് നമുക്കൊരു ഗെയിം സെക്ഷനിലോട്ട് പോകാം. അപ്പം നിങ്ങൾ കുറേ ടെസ്റ്റൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കപ്പിൾ ടെസ്റ്റ് ഗെയിമാണിത്. രണ്ടുപേരുടെയും ഫേവറേറ്റ്സ് നോട്ട് ചെയ്യും, എത്ര എണ്ണം കറക്റ്റായിട്ട് വരും എന്നുള്ളത്. കോപ്പി അടിക്കാൻ പാടില്ല. ഇതിനൊരു പേരിട്. ഇത് എന്താ ഗെയിം? എന്താണ്? ലൈക്ക് കൃഷ്ണപ്രിയയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഗേൾ ഫ്രണ്ട് അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റോ? രണ്ടുപേരുടെയും വരും. അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് അങ്ങനെ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ്. ഇത് ഭയങ്കര ക്യുക്കാട്ടോ സാധനമൊക്കെ പേരൊക്കെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ചെറിയ ചെറിയ സംഭവത്തിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ബ്രിൻറ്റോ എഴുതേണ്ടതും കൃഷ്ണപ്രിയ എഴുതേണ്ടതും സെയിം ആൻസർ ആണ്. അതായത് ഇപ്പം ഞാൻ ചോദിക്കുന്ന കൃഷ്ണപ്രിയയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, രണ്ടുപേരും സെയിം എഴുതും, എന്നാലും തിരിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് എഴുത്. കൃഷ്ണപ്രിയയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ബ്രിൻറ്റോ എഴുതേണ്ടത്. 90% മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതും 2 മാസത്തെ ഡേറ്റിംഗ് പീരീഡിൽ 90% മനസ്സിലാക്കി കഴിഞ്ഞാൽ കപ്പിൾസിന്റെ ശരിക്കുമുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇപ്പോൾ കോപ്പി അതെന്തോ കോപ്പി അടിക്കാൻ എന്റെ അല്ലേ ഇത്? അല്ല, നിന്റെ തന്നെ എഴുതിയിരിക്കുന്നേ. നിന്റെ അപ്പൊ ഞാൻ എന്റെ അല്ല, കൃഷ്ണപ്രിയയുടെ തന്നെ. തിരിക്കുമ്പോ രണ്ടും സെയിം ആണോന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ടാ. ഇത് ഇയറും മാസമൊക്കെ വേണ്ടേ? മാസം വേണോ? എല്ലാ മാസവും വേണം. അത് ഇങ്ങനെ ഇച്ചിരി ഒളിപ്പിച്ചു വെച്ചിട്ടോ. ഓക്കെ, തിരിക്ക്. എന്തുവാ മെയ് 17, 2020. എന്റെ ബർത്ത്ഡേയോ? ഏപ്രിലാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്റെ ബർത്ത്ഡേ എപ്പോഴാണ്? സത്യം പറ. 6 ഏപ്രിൽ 6 അല്ല മെയിൽ 6 അങ്ങനെ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ കപ്പിൾ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കപ്പിളിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. എന്റെ ബർത്ത്ഡേ ഒത്തു വെച്ച് അന്ന് ഗിഫ്റ്റ് തന്നതാണ് ആള്. എന്നിട്ട് ഏറ്റവും ബേസിക് ഡേറ്റ് ഓഫ് ബർത്ത് വരെ തെറ്റിച്ചു. സിമ്പിളിന്ന് തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരെ തിരിച്ച് ബ്രിൻറ്റോയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, റിട്ടേൺ 30th October 2001. 30th October. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതിക്കോ. കൃഷ്ണപ്രിയയുടെ അമ്മയുടെ പേര്, ഫുൾ നെയിം, അമ്മയുടെ അച്ഛൻ്റെയും പേര്. ബ്രിൻഡോ എഴുതണം, കൃഷ്ണപ്രിയ എഴുതണം. കോപ്പി അടിക്കാൻ പറ്റില്ല. എടാ നീ ഇത്തിരി 90 ഡിഗ്രിയിൽ ഇരുന്നോട്ടോ. ആള് നല്ലായിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അതിലേക്ക്. അമ്മയുടെയും അച്ഛൻ്റെയും പേര്. അമ്മ അച്ഛനൊന്നും എഴുതി വെക്കില്ലട്ടാ. ഫുൾ നെയിം ആണേ വേണ്ടേ? അമ്മയുടെയും അച്ഛൻ്റെയും ഫുൾ നെയിം. അച്ഛന്റെ പേര് അച്ഛന്റെ ഫുൾ നെയിം തിരിക്ക്. ശ്രീദേവി വേണുഗോപാൽ. എടാ ഈശ്വര, ഈ കുഞ്ഞാടുകളെ ഏറിൽ പോകുന്നതിൽ നിന്ന് രക്ഷിക്കുക. അതും അറിയില്ല. അല്ല, ഞാൻ പുള്ളിക്കാരുടെ അമ്മ യൂട്യൂബറാ. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എന്തോ വീഡിയോ എന്തോ കണ്ടിട്ടുണ്ട്. അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി തിരിച്ച്. ഓക്കെ,
ആ ബ്രിൻറ്റോയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര്. ഒളിഞ്ഞു നോക്കുന്നുണ്ട്, നല്ല ഒളിഞ്ഞു നോക്കല. ഓക്കെ തിരിച്ചോ. സിജിയും ബ്രില്യന്റ്. അയ്യോ ഞാൻ സ്മിതാന്ന് എഴുതിയേ. എനിക്ക് എന്തോ എസ് വെച്ചിട്ടാ, അമ്മയുടെ പേര് വരെ മാറ്റി എഴുതി. എസ് വെച്ചിട്ടാന്ന് എനിക്കറിയാം. എന്നോട് സ്മിത. ഗൈസ് ദിസ് ഇസ് ബേസിക് തിങ്സ്. അച്ഛൻ്റെ പേര് കിട്ടി. ഞാൻ നിന്റെ അമ്മയുടെ പേര് കറക്റ്റാക്കി. എനിക്ക് വീണ്ടും സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയണം, 2 മാസം ഡേറ്റിംഗ് 90% മനസ്സിലാക്കിയ രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെ പേര് തെറ്റിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കുന്നു. ഒരു അടിപൊളി കപ്പിൾ ഗെയിമിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡീസ് ആണല്ലോ. സോ ദാറ്റ് കൃഷ്ണപ്രിയയുടെ ഫേവറേറ്റ് ഫുഡ് ബോത്ത് രണ്ടുപേരും എഴുതിക്കോ. എന്റെ ആണല്ലേ. ആ തൊട്ട് താഴെ തന്നെ ബ്രിൻഡോന്റെ ഫേവറേറ്റ് ഫുഡ് എഴുതിക്കോ. കൃഷ്ണപ്രിയ കോപ്പി അടിക്കുന്നുണ്ട്. ടീച്ചർ കോപ്പി അടിച്ച പിള്ളേർ അടക്കുവേ. മന്തി ഫാസ്റ്റ് ഫുഡ് മന്തി. ഓ ഓക്കെ, ഫുഡിന്റെ കാര്യം വന്നപ്പോ എന്തായാലും സെയിം ആക്കി. ഓക്കെ നെക്സ്റ്റ് കൃഷ്ണപ്രിയയുടെ ഫേവറേറ്റ് ഫിലിം ആക്ടർ ആയാലും മതി, രണ്ടുപേരും എഴുതിക്കോ. ഫേവറേറ്റ് ആക്ടർ ഞാൻ കുറച്ചും കൂടി ഈസി ആക്കാൻ മലയാളം ആക്ടർ. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഞാൻ എടുത്തല്ലോ. ആ ഹിന്ദിയാണോ കൂടുതൽ കാണുന്നത്? ഹോളിവുഡ്. ഏത് ഹോളിവുഡ് ആണോ കൂടുതൽ കാണുന്നത്? ആ അപ്പൊ ഹോളിവുഡ് ആക്ടർ. രണ്ടുപേരുടെയും ഫേവറേറ്റ് ഹോളിവുഡ് ആക്ടർ. ആ അതെ, കൃഷ്ണപ്രിയയുടെ എഴുതണ്ടേ, ബ്രിൻഡോന്റെ എഴുതണം. രണ്ടും എഴുതിക്കോളാൻ. ആ നേരത്തെ എഴുതിയതുപോലെ രണ്ടുപേരും എഴുതിക്കോളാൻ. ഡക്കോട്ട ജോൺസൺ ഓക്കെയാണ്. ലാലേട്ടൻ എപ്പോഴാടാ ഹോളിവുഡിലൊക്കെ പോയത്? ഹോളിവുഡിന്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് ഹോളിവുഡ്, എനിക്കും ഹോളിവുഡും അങ്ങനെ. ഡക്കോട്ട ഒരെണ്ണം കറക്റ്റ് ആവുന്ന. ഓക്കെ കൃഷ്ണപ്രിയയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് രണ്ടുപേരും എഴുതണം. അതുപോലെ തന്നെ ബ്രിൻറ്റോയുടെയും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് രണ്ടുപേർക്കും അറിയാട്ടോ. ഓക്കെ 10. അനു മനു കൊള്ളാലു അനു മനു കറക്റ്റ്. നെക്സ്റ്റ് ബ്രിൻറ്റോന്റെ ഫേവറേറ്റ് ബുക്ക്, വായിച്ചിട്ടുള്ള ഫേവറേറ്റ് ബുക്ക്. ഹിസ് ബുക്ക് ആടുജീവിതം. നീ എപ്പോഴാണ് ആടുജീവിതം വായിച്ചേ? സ്വന്തം ബുക്ക് എഴുതിയ പോലെ. സ്വന്തം ബുക്ക് അവന്റെ ക്രിയേഷൻ അല്ലേ, അവൻ വായിച്ച ഇഷ്ടമുള്ള ബുക്കല്ലേ. ആടുജീവിതം വായിച്ച കഥയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങള് വിസ്പർ ചാലഞ്ചിൽ തോറ്റു, ഇപ്പൊ അടുത്ത ഗെയിമിലും തോക്കും. അതെ അതെ അതെ, ഡേറ്റ് ഓഫ് ബർത്ത് വരും. ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്. വൗ ബ്യൂട്ടിഫുൾ. ഓക്കെ നെക്സ്റ്റ് വീട്ടുപേര് രണ്ടുപേരുടെ. കൃഷ്ണപ്രിയയുടെയും ബ്രിൻറ്റോന്റെയും വീട്ടുപേര്. ഓക്കെ തിരിച്ചോ. ശ്രീവത്സം താഴത്തെ ബ്രിൻഡോവില്ല, ബ്രിൻഡോ ഭവൻ. എന്തോ ബ്രിൻഡോ ആണെന്നറിയാം. ഞാൻ പറഞ്ഞിട്ടില്ല, വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾ എന്താ അങ്ങോട്ടും വിളിക്കുക? ഞാൻ ക്രിസ്റ്റീന്ന് വിളിക്കലാണ്. അതാരാ? ഞാനാണെങ്കിൽ ഇവിടെ എലീന എന്ന് വിളിക്കാം. കാരണം എന്താ വെച്ചാൽ കൃഷ്ണപ്രിയ എന്ന് വിളിക്കാൻ ഭയങ്കര ലോങ് അല്ലേ. കൃഷ്ണപ്രിയങ്ങി വാ, കൃഷ്ണപ്രിയങ്ങി വായോ, അങ്ങനെ ഭയങ്കര പാടാ. അതുകൊണ്ട് എലീന ഒന്ന് ഷോർട്ടായിട്ട് വിളിച്ചു. എലീന അതാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് അത് വെറുതെ ബ്രിൻഡോ ഇട്ട പേരാണ് എലീന. ഒരു ഫണ്ണിന് ഇട്ടതാ. പിന്നെ അതിങ്ങ് എപ്പോഴും വിളിച്ചു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേരൊക്കെ കേട്ടിട്ടുണ്ട്, അമ്മു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്ര ക്രിഞ്ചാവുണ്ടെന്ന് വിചാരിച്ചു. ക്രിഞ്ചേ അല്ലല്ലോ, തീരെ ക്രിഞ്ചല്ലോ. എലീനയും തിരിച്ചെന്താ വിളിക്കുന്നത്? ക്രിസ്റ്റി. അതെന്താ? അത് എനിക്കിങ്ങനെ ഞാൻ ചോദിച്ചു എന്നെ എലീന വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ബ്രിൻഡോ എന്നുള്ള പേര് ഒട്ടും ഇഷ്ടമല്ല. അല്ല എന്നാലും ബ്രിൻഡോ ക്രിസ്റ്റി. അപ്പൊ ബ്രിൻഡോ എന്നുള്ള പേര് എന്തോ ബ്രെഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരിക. അപ്പൊ
അപ്പം ഞാൻ ക്രിസ്റ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്കൂളിൽ, ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഓ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളായിട്ട് വേറൊരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്, ക്രിസ്റ്റിയും എലീനയും. വിളിക്കാൻ ഈസി ആയിട്ടുള്ള ഇത്. അങ്ങനെ തന്നെ എപ്പോഴും വിളിക്കുന്നത്? ഞാൻ എന്തുണ്ടായ ക്രിസ്റ്റി ക്രിസ്റ്റി എവിടെ ക്രിസ്റ്റി ആ പേര് കേട്ട് യൂസ് ടു ആയോ? യൂസ്ഡ് ആയി. തിരിച്ചും എലീന. ഓക്കെ, വേറെ പെറ്റ് നെയിം ഒന്നും ഇല്ല, ഇങ്ങനെ സ്വീറ്റ് നെയിം ഒന്നും ഇല്ല? ഇതായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും നല്ലൊരു പേരിട്ട്. ആ ഒരു സ്വീറ്റ് ലെവലോട്ട് എത്തിയിട്ടില്ല. ഇല്ലില്ല. 2 മണി 3 മണി കോളിലൊക്കെ ഇല്ല, ആ 2 മണി 3 മണി കോളില് എപ്പോഴും അടിയാണ്. അതെ 2 മണി വരെയൊക്കെ നീണ്ടിട്ട് ഇഷ്ടപ്പെടാതുണ്ടാവും. അത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലാവില്ല. കുറെ നേരം കഴിയുമ്പോൾ ഇവിടെ എന്തിനാ ഇങ്ങനെ പറയുന്നത് മനസ്സിലാവില്ല. പിന്നെ എനിക്ക് ഉറക്കം വരും. പിന്നാണെങ്കിൽ ഒന്നും പിടിയിട്ടില്ല ഇവിടെ എന്തോ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡേറ്റ് ഐ മീൻ എവിടെ പോയതാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്താണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത്? ഞാൻ ഉദ്ദേശിച്ച പർട്ടിക്കുലർ ഡേറ്റ് അല്ല, ഡേറ്റിംഗിലെ ആ ഒരു ഡേറ്റ്. ഏത് ഡേറ്റിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഓക്കെ, അതേതെങ്കിലും സംഭവം എഴുതിയാ പോരെ? ഇൻസിഡന്റ്. ഞാൻ ആദ്യമേ നോക്കിയത് എന്തുവാടാ വണ്ടർല. വണ്ടർല ഫേവറേറ്റോ? ഫേവറേറ്റ് അല്ല, ലൈക്ക് അവിടുത്തെ ഇത് ഓക്കെ, പിന്നെയും മൊട്ട. റിലാക്സ് ഫസ്റ്റ് ചെയ്തിട്ട് പിന്നെ റിലാക്സ് ആണോ ഫസ്റ്റ് മീറ്റ് ചെയ്തേ? നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ടോക്കിൽ തന്നെ ലൈക്ക് വൈബ് ഓക്കെ ആണെന്ന് തോന്നി, നമുക്ക് കണക്റ്റഡ് ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കപ്പിൾസ് ആണല്ലോ അല്ലേ, അപ്പൊ അങ്ങനത്തെ ഡേറ്റിംഗ് കപ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പറ്റൂലല്ലോ. ഈ 2 months കാര്യമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ നേരം വഴക്കിട്ട് അടിയുണ്ടാക്കിയ കേസ് എന്താ? അയ്യോ, ആ കേസ് പറയാൻ പറ്റുന്നതല്ല. അല്ല, അങ്ങനെ വലുതായിട്ട് നീണ്ട രീതിയിൽ അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവളാണെങ്കിൽ എന്തേലും ഇപ്പൊ ചെറിയ എന്തെങ്കിലും കാരണം കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിരിയാടാം, നമുക്ക് ഇനി സംസാരം വേണ്ട എന്നൊരു സംഭവം. ബ്രേക്കപ്പ് എന്ന് ആര് പറയുന്നത്? ബ്രേക്കപ്പ് എന്നല്ല, നമുക്ക് ഇനി സംസാരിക്കേണ്ട, നമ്മൾ ശരിയാവില്ല, അങ്ങനെ സംഭവം. അപ്പം അത് ഏറ്റവും കൂടുതൽ പറയുന്നത് അത് അവള് തന്നെ പറയുന്നത്. അപ്പം അങ്ങനെ, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ കുറെ നേരം ഇത് വീണ്ടും റിപ്പീറ്റ് അടിക്കാൻ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യും. ഫസ്റ്റ് സോറി പറയുന്ന ആരാ? ഞാൻ തന്നെ സോറി പറയുന്നത്. കാരണം എങ്ങനെയാലും പ്രശ്നം സോൾവ് ആക്കണമല്ലോ. എന്റെ ഭാഗത്തായിട്ടാണെങ്കിൽ ഞാൻ സോറി പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നെ സോറി പറയാം. എന്തായാലും ഞാൻ തന്നെ സോറി പറയാം. എങ്ങനെ പ്രശ്നം സോൾവ് ആക്കണമല്ലോ. പിന്നെ ചില സമയം അവളും സോറി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ലേറ്റ് ആയിട്ട് സോറി പറയും. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് കളർ, നിങ്ങളുടെ ഡ്രസ് കോംബോ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അത് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. കളറൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫുഡ്? ഇഷ്ടമല്ലാത്ത ഫുഡോ? ഇത് ഞാൻ കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. നമ്മളിപ്പോൾ ഒരു ഫുഡ് സ്പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ പറയത്തില്ലേ, അത് ഞാൻ കഴിക്കത്തില്ല, അത് വേണ്ട എന്നൊക്കെ പറയൂലേ? ഷുഗർ, ഓയിൽ ഫുഡ്, അറബിക്, ബീഫ്. ഇഷ്ടമല്ലാത്തതാണ്. നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഞാൻ റിയലൈസ് ചെയ്തത് നെയ്യ് പറഞ്ഞ അത് പയ്യൻ നെയ്യ് ഇരിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെ അതിനൊന്നൊക്കെ. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ ഇത്രയും റീൽസ് ഇട്ടതിൽ കുറേ ടെസ്റ്റുകൾ നടത്തിയല്ലോ നമ്മൾ. ഇതിൽ നിങ്ങൾക്കായിട്ട് തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് ക്രിഞ്ചായി പോയി എന്ന് തോന്നിയ ടെസ്റ്റ്? അത് എഴുതണത് ഓക്കെ, തിരിച്ചോ? അതായത് സംഭവം തിരിച്ച് കണ്ടില്ല. ഒരു ലിക്കിംഗ് ടെസ്റ്റോ? അതായത് സംഭവം ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ ഇവള് പോട്ടെ അത് നല്ല ഇവിടെ തന്നെ വെറുക്കാവും തോന്നുന്നു. ഓക്കെ, സോൾവ്. നോക്കിക്കോ. അവള് എന്താ ഒരു ചോക്ലേറ്റ് ലിക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, ടെസ്റ്റ് അല്ല, എന്തോ ഒരു വീഡിയോ. അതാണ് എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നിയത്. അതേതാ? ഞാൻ തമ്പനയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് എന്തോ ലിക്ക് ചെയ്യണം. അങ്ങനെ അതെനിക്ക് ഇത് ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിട്ടില്ല. ഇതെന്താ? ഇത് പറഞ്ഞതല്ലേ, ഇതിങ്ങനെ ആളിങ്ങനെ ഇത്രയും സാധനങ്ങൾ, ഇങ്ങനെ കുറെ സാധനങ്ങൾ ക്യാരി ചെയ്യായിരിക്കും. അപ്പൊ ഞാൻ കൈ പിടിക്കാൻ വേണ്ടി പറയുമ്പോ ആള് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പോക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ആ സാധനം ആളെപ്പോഴോ അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ സ്ക്രിപ്റ്റ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടായിരുന്നോ അത് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്? ഇന്ന ടെസ്റ്റുകൾ എടുക്കണം. ഓക്കെ, ഇന്ന സാധനങ്ങളൊക്കെ എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത്.
ഓ പിന്നെ ചിലതൊക്കെ ഓൺ ദ സ്പോട്ട് തോന്നും. ഇപ്പൊ ഇതൊക്കെ ഓൺ ദ സ്പോട്ട് തോന്നും. ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആൾക്ക് കൈ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൈന് പകരം വേറെ എന്തെങ്കിലും ഹോൾഡ് ചെയ്യാം. അപ്പോഴാണ് നോക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഞാൻ എന്തൊരു സീൻ കണ്ടിരുന്നു സിനിമയിലിട്ട്. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റ് അങ്ങനെ ഓക്കെ. ചിലതൊക്കെ ഓൺ ദ സ്പോട്ട് വരും. സ്പോട്ടിൽ ഫസ്റ്റ് ബ്രിൻഡോന്റെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ലായിരുന്നല്ലോ, ഇല്ല, അത് എപ്പോഴാ പിന്നെ അത് ചെയ്യണ്ടാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ, പിന്നെ ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ? അല്ല, ഞങ്ങള് കുറച്ചാൾ പോയിട്ട് റിവീൽ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഫൈസ് വന്നിട്ട് ഇതേപോലെ വീഡിയോ എടുത്തത്. അത് അവർക്ക് എക്സ്പെക്ട് ചെയ്തില്ല. ഓ, ആ ഒരു സാധനം വന്നതുകൊണ്ട് നിങ്ങളത് റിവീൽ ചെയ്യാൻ. അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിം സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. സക്സസ്ഫുള്ളി എന്ത് സംഭവിച്ചു പറ? ജയിച്ചു. എങ്ങനെ? മുട്ട കഴിച്ചു, മുട്ട വാങ്ങിച്ചു. മുട്ട. ഇന്റർവ്യൂ സെക്ഷൻ വൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരിക്കും നിങ്ങളിന് ഫ്യൂച്ചറിൽ റിലേഷൻഷിപ്പിലായാൽ എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്യുന്നതെന്നുള്ള ഒരു ട്രയൽ റൗണ്ട് നമുക്ക് നടത്താം. ഓക്കെ. ഫസ്റ്റ് ബ്രിൻഡോ പ്രപ്പോസ് ചെയ്തു. എനിക്കൊരു ഒഫീഷ്യൽ പ്രപ്പോസലാണ് കാണണ്ടേ. ഞാനില്ല, ഞങ്ങൾ ആരും ഇവിടെ ഇല്ല. നിങ്ങൾ മീറ്റ് ചെയ്യുക ഒരു സൺഡേ. ഞാൻ ഒരു ലൊക്കേഷൻ പറയാം, രണ്ടുപേർക്കും ഓരോ ലൊക്കേഷൻ തരാം. ബ്രിൻഡോയ്ക്ക് ഒരു ലൊക്കേഷൻ തരാം. അപ്പം സൺഡേ വന്നു. അപ്പോൾ ഓൾറെഡി കൃഷ്ണപ്രിയ പറഞ്ഞു നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടും കൂടെ ഒരു കഫേ നോക്കിയിട്ട് പോയി. അപ്പം ബ്രിൻഡോ നോക്കിയപ്പോൾ ആ ഹോട്ടലിൽ അത്ര എസ്തെറ്റിക് അല്ലാത്തതുകൊണ്ട് അവിടുന്ന് വേറൊരു കഫേയിലോട്ട് കൊണ്ടുപോവാണ് കൃഷ്ണപ്രിയ. അപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര ഡൗട്ടുണ്ട്, എന്താ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഡൗട്ടൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം കൺവീൻസ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇരുന്നു. ഐ ഓർഡർഡ് സംതിങ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആ ടൈമിൽ പ്രപ്പോസ് ചെയ്യാണ്. കണ്ടിന്യൂ. ഹായ് ക്രിസ്റ്റി, എങ്ങനെയുണ്ട് ഇത്ര നാളത്തെ നമ്മുടെ ലൈഫ്? കുഴപ്പമില്ല, കുറച്ച് അടി പിടിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നു. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇപ്പൊ ഫുഡൊക്കെ അടിപൊളിയാ. അടിപൊളിയാണോ? ഞാനൊരു കാര്യം പറയാം, പക്ഷേ ഹർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മതി, കാരണം ബിക്കോസ് എനിക്ക് ഹർട്ടാവുമല്ലോ. എലിനെ എനിക്ക് ഇഷ്ടമാണ്. വിൽ യു ബി മൈ വൈഫ്? കഴിഞ്ഞില്ലേ? പ്രപ്പോസ് കഴിഞ്ഞു. റിപ്ലൈ ഉണ്ടോ? റിപ്ലൈ യെസ്. ഓക്കെ. നേരെ തിരിച്ച് എലീനാന്ന് കൃഷ്ണപ്രിയ തന്നെ ഒരു ലൊക്കേഷൻ പറഞ്ഞു, സജസ്റ്റ് ചെയ്തിട്ട് അവിടെ ലൈക്ക് എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്യുന്നത് എന്നുള്ളൊരു. നോർമലി ഗേൾസ് ആണല്ലോ കുറച്ച് പ്ലാനിങ് കൂടുതലും, സർപ്രൈസ് പ്രപ്പോസൽ എന്നൊക്കെ ഉള്ള. എങ്ങനെയായിരിക്കും എന്നുള്ളൊരു. ലൈക്ക് ആൾക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് യുക്രൈൻ എന്ന് പറഞ്ഞു ഒന്നും കൂടെ. അപ്പൊ യുക്രൈനിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും പോയിട്ട് അവിടുത്തെ ഒരു സ്പോട്ടിൽ ഇങ്ങനെ ആളിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സംഭവമാണ്. ഓക്കെ, അന്ന് പ്രപ്പോസ് ചെയ്യും. ഹലോ, നമ്മളിപ്പോൾ യുക്രൈനിലെത്തി. ആസ് യു വിഷ്. ഹാപ്പിയാണോ? എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ജേർണി? കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. ലൈക്ക് നമ്മുടെ വിഷയൊക്കെ നടക്കുന്നില്ലേ? എന്ത് വിഷയം? യുക്രൈനിൽ വന്നില്ലേ? ആ വിഷയം അതൊക്കെ നടന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എല്ലാം നല്ല അഭിപ്രായം. ഡു യു ലവ് മീ? Yeah. Will you marry me? Yeah. ഓക്കെ. അങ്ങോട്ട് ഐ ലവ് യു അല്ലേ പറയുന്നത്? വിൽ ലവ് മീ, വിൽ യു മാരി മീ? ഓക്കെ, കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. അങ്ങനെ ഒഫീഷ്യൽ പ്രപ്പോസൽ നമ്മളിവിടെ നടത്തിയിരിക്കുകയാണ്. ഓക്കെ. ത്രെഡൊക്കെ ചെയ്ത് ശരിക്കും ചെയ്താ? അത് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അതോ? കണ്ടന്റിന് വേണ്ടിയിട്ടാ, കാരണം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇവള് പറഞ്ഞ് ചെയ്തതാ. വേന എടുത്തില്ലേ? വേന എടുത്തു. പിന്നെ നല്ല വേന എടുത്തു. കുഴപ്പമില്ല. നെയിൽ പോളിഷ്, പിന്നെ ഹെയർ ടൈ, അങ്ങനെ ഇതൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ? അറിയായിരുന്നോ? എന്തോ ഈ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നതും? പണ്ട് എന്റെ സിസ്റ്ററിന് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, പണ്ട് ചെറിയ പ്രായത്തില്. ഓക്കെ. സിസ്റ്റർ കണ്ടോ വീഡിയോ? എന്ത് പറഞ്ഞു? ക്രിഞ്ചാന്ന് പറഞ്ഞു. സിസ്റ്റർ എന്ത് ചെയ്യാ? അവള് BBA പഠിക്കുക. ഓ, ഓക്കെ. അപ്പം നല്ല മെച്ചോർഡാണല്ലോ. അനിയൻ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അനിയൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവൻ അത് വലിയ കാര്യമാക്കില്ല. ബോയ്സ് അല്ലേ, അവനിങ്ങനെ ചേച്ചി ഭയങ്കര ഫേമസ് ആയി ആ ഒരു റേഞ്ചിലൊപ്പം നടക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറഞ്ഞൊന്നുമില്ല. ഓക്കെ, ഫൈൻ. അപ്പം എന്തായാലും നമ്മൾ പ്രപ്പോസലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റി. ഇപ്പം ഹാപ്പി ആയിട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ പോകാൻ സാധിക്കട്ടെ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ കാണാൻ നമുക്ക്. കുറേ ട്രോൾസ് ഒക്കെ വരും ആസ് യൂഷ്വൽ. നിങ്ങൾക്ക് അറിയാലോ, ഞാനായിട്ട് ഇനിയിപ്പോൾ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തിലാണോ ഹാപ്പി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബാക്കി ഇപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ലൈഫ് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. മേ ബി ടുഗദർ, സെപ്പറേറ്റ്ലി, വാട്ട് എവർ. എന്തായാലും രണ്ടുപേർക്കും അടിപൊളിയായിട്ടൊരു ലൈഫ് ഉണ്ടാവട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.